ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഒരു മിനിറ്റിൽ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് എൻട്രികൾ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഓഫ് ₹5,000 ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? സാലറി കൊടുക്കാനായി, പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും? സാലറി അക്കൗണ്ട് ഡെപ്റ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ₹5,000. സോ അടുത്ത ജേണൽ എൻട്രിയിലേക്ക് നമുക്ക് പോവാം. റെന്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ₹3,000 ആണ്. നമ്മൾ റെന്റ് എന്ത് ചെയ്തു? പ്രീപെയ്ഡ് ചെയ്തു. നമ്മൾ മുൻകൂട്ടി കൊടുത്തു. കൊടുക്കാനായിട്ടില്ലായിരുന്നു, പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അസറ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയായിരിക്കും വരിക? പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെന്റ് അക്കൗണ്ട് ₹3,000 എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ജേണൽ എൻട്രി വരുന്നത്. സോ അടുത്ത എൻട്രി നോക്കാം. ഡിപ്രിസിയേഷൻ ഓഫ് മെഷീനറി ₹2,000 ആണ് കൊടുത്തിരിക്കുന്നത്. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെ വാല്യൂവിനെ കുറയ്ക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അസറ്റിന്റെ വാല്യൂ കുറയും. അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ ഇവിടെ നമ്മുടെ ജേണൽ എൻട്രി എങ്ങനെ വരിക? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി അക്കൗണ്ട് ₹2,000 ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജേണൽ എൻട്രി ആയിട്ട് വരുന്നത്. സോ നമുക്ക് അടുത്ത എൻട്രി നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ₹8,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? നമ്മളെ P&L നമ്മൾ ഇടുന്നതാണ്. P&L നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് എഴുതിയിട്ട് അത് നമ്മളുടെ ഓണേഴ്സിന് കൊടുക്കേണ്ട ഫണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മളുടെ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും. സോ ജേണൽ എൻട്രി വിൽ ബി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ₹8,000. സോ ഇത്രയും ജേണൽ എൻട്രീസ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.